എന്താ ദേവൂട്ടി, എന്തു പറ്റി നിനക്ക്? നീ ഇവിടെങ്ങും അല്ലേ? എന്തായാലും ചൂടിയതല്ലേ, ഇനിയിപ്പോ അതെടുക്കണ്ട, അവിടെ ഇരുന്നോട്ടെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്റെ ദേവി, ഇന്നലെ രാത്രിയില് ഇവിടെ നടന്നല്ല സ്വപ്നമായിരുന്നോ അതോ യാഥാർത്ഥ്യമായിരുന്നോ? അതൊരു സ്വപ്നമായിരുന്നെങ്കിൽ പിന്നെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ആരാ കഴിവെച്ചത്? അത് മാത്രമല്ല, ആ ഫ്രിഡ്ജിലിരുന്ന മുല്ലപ്പൂ എവിടെ പോയി? ഞാൻ ഇന്നലെ അത് ദേവൂട്ടിയുടെ മുടിയിൽ ചൂടിച്ചതാണല്ലോ. എനിക്കൊന്നും മനസ്സാവുന്നില്ല. എന്താണ് ദേവി സത്യത്തിൽ സംഭവിച്ചത്? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഭൗതികമായ ആകർഷണമല്ല പ്രണയം. രണ്ട് ആത്മാക്കൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ഒന്ന് മറ്റൊന്നിൽ ലയിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രണയം ആത്മീയത കൈവരിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു അനുഭൂതി നിങ്ങൾ രണ്ടുപേർക്കും അനുഭവിക്കാൻ കഴിഞ്ഞത്. ദേവി, ഞാനിപ്പോ എന്തിനാ വിദ്യാമ്മ ഓർത്തത്? വിദ്യാമ്മ എന്നോട് സംസാരിച്ചതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. വിദ്യാമ്മ പറഞ്ഞത് ശരിയാണ്. അതെ, ഇന്നലെ രാത്രി ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്റെയും ദേവൂട്ടിയുടെയും പ്രണയത്തിന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. ഞാൻ അവളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അവൾ എന്നെയും. തമ്പി സാർ ലൈനിലുണ്ട്. അരുത്, ഇപ്പൊ ശല്യം ഉണ്ടാക്കരുത്. ഘോര കഠിന യജ്ഞത്തിലാണ്. എന്താ കാര്യം? അത് തിരുവനന്തപുരത്ത് നിന്ന് തമ്പി സാർ ലൈനിലുണ്ട്. ഘോരയോട് അത്യാവശ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. പറഞ്ഞോളൂ തമ്പി. അതെ, ഘോര ഇങ്ങോട്ട് വരുന്ന കാര്യം എന്തായി? ഞാൻ പറഞ്ഞല്ലോ തമ്പി, ഇപ്പോ ഞാനൊരു മഹായജ്ഞത്തിലാ. അതവസാനിക്കാൻ ഇനി 2 ദിവസം കൂടി വേണ്ടിവരും. അത് കഴിഞ്ഞാൽ അവിടേക്ക് വരുന്ന കാര്യം ഞാൻ ആലോചിക്കാം. ഘോര ഇവിടുത്തെ കാര്യങ്ങളെ ആകെ അവതാളത്തിലാ. ആകെ ആശ്വാസം സന്ദീപ് ഇവിടെ ഇല്ലാന്നുള്ളതാ. അവൻ യാത്രയിലാണല്ലേ തമ്പി? അതെ. ഓഫീസ് ആവശ്യത്തിനു വേണ്ടി അവൻ ബാംഗ്ലൂർ പോയിരിക്കുക. പോയ കാര്യങ്ങൾക്ക്
അവന് വിഘ്നം അനുഭവിക്കേണ്ടി വരും. കുറഞ്ഞത് ഒരാഴ്ചക്കാലമെങ്കിലും അവന് അവിടെ തുടരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ദേവൂട്ടി ഇവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൂടെ ഘോരയ്ക്ക്? അതിനുള്ള സാധ്യത ഞാൻ ആലോചിക്കുന്നുണ്ട്.